മിശിഹായിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, എല്ലാവർക്കും ഉയർപ്പ് തിരുനാളിൻ്റെ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടെ ആശംസിക്കുന്നു. നമ്മൾ ഇന്ന് ജീവിക്കുന്നത് ഒരുപാട് പ്രശ്നങ്ങളുടെ നടുവിലാണ്. യുദ്ധത്തിൻ്റെയും വിലകയറ്റത്തിൻ്റെയും രോഗങ്ങളുടെയും വേദനകളുടെയും നിഴൽ നമ്മുടെയൊക്കെ മേലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഉയർപ്പ് തിരുനാളിന് വലിയ ഒരു പ്രത്യേകതയും പ്രസക്തിയുമുണ്ട്. ലോകത്തിൻ്റെ എണ്ണമറ്റ ചോദ്യങ്ങൾക്കും സങ്കടങ്ങൾക്കും ദൈവം നൽകിയ ഏക ഉത്തരമാണ് ഉയർപ്പ്. ക്രൈസ്തവ ജീവിതം കുരിശിൽ അവസാനിക്കുന്ന ഒരു ദുരന്ത കഥയല്ല, മറിച്ച് ഉത്ഥിതനായ ക്രിസ്തുവിൽ പൂർത്തിയാകുന്ന വിജയ കഥയാണ്. ഈ വലിയ സത്യത്തെയാണ് ഇന്നത്തെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. പരിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പലപ്പോഴും നമ്മെ മരണത്തിൻ്റെ സംസ്കാരത്തെക്കുറിച്ച്, കൾച്ചർ ഓഫ് ഡെത്തിനെ കുറിച്ച് ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. ജീവിതത്തിൻ്റെ മൂല്യത്തെ ബഹുമാനിക്കാത്ത ഒരു ചിന്താഗതിയാണ് മരണത്തിൻ്റെ സംസ്കാരം. ഇത് ജീവിതത്തിൻ്റെ ഏറ്റവും ദുർബലമായ അവസ്ഥകളിലുള്ളവരെ അവഗണിക്കുന്നു. ചിലരുടെ ജീവിതത്തിന് മറ്റുള്ളവരുടേതിനേക്കാൾ വിലയുണ്ട് എന്ന് തെറ്റായ യുക്തിയാണിതിന് പിന്നിൽ. ഇതിൻ്റെ ഫലമായി ജനിക്കാത്ത കുഞ്ഞുങ്ങളെയും പ്രായമായവരെയും പാവപ്പെട്ടവരെയും ഉപയോഗശൂന്യമായ വസ്തുക്കളെ പോലെ വലിച്ചെറിയുന്ന ഒരു ത്രോ എവേ കൾച്ചർ ഇവിടെ രൂപപ്പെടുന്നു. നാം നമ്മിലേക്ക് തന്നെ ചുരുങ്ങുമ്പോഴും മറ്റുള്ളവരെ വെറും വസ്തുക്കളായി കാണുമ്പോഴും നാം ഈ മരണത്തിൻ്റെ സംസ്കാരത്തിന് വളം വയ്ക്കുകയാണ്. ഇതിൻ്റെ അന്ത്യം നാശമാണ്. എന്നാൽ ഈശോയോടും ഉള്ള ജീവിതം വ്യത്യസ്തമാണ്. അത് സ്വാർത്ഥതയിൽ നിന്ന് സ്നേഹത്തിലേക്കും മരണത്തിൽ നിന്ന് ഉയർപ്പിലേക്കുമുള്ള യാത്രയാണ്. കുരിശ് ഈ ജീവിതത്തിൻ്റെ ഭാഗമാണ്, പക്ഷേ അതൊരിക്കലും അവസാനമല്ല. വിശുദ്ധ ഗ്രന്ഥം നമ്മെ പഠിപ്പിക്കുന്നു, ഒരു ഗോതമ്പ് മണി മണ്ണിൽ വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടി ഇരിക്കും, അഴിയുന്നെങ്കിലോ അത് വളരെയേറെ ഫലം പുറപ്പെടുവിക്കും. യോഹന്നാൻ 12:24. നമ്മുടെ ജീവിതത്തിലെ പരാജയങ്ങളും തിരസ്കരണങ്ങളും ഈ അഴിയൽ പ്രക്രിയയുടെ ഭാഗമാണ്. ഈശോയെ പ്രതി നാം അനുഭവിക്കുന്ന വേദനകൾ വെറുതെയല്ല. ഒരു വിത്ത് സ്വയം ഇല്ലാതാകുമ്പോഴാണ് അവിടെ ഒരു പുതിയ ജീവൻ മുളപ്പെടുന്നത്. അതുപോലെ തന്നെ നമ്മുടെ അഹന്തയും സ്വാർത്ഥതയും വിട്ടുകൊടുക്കുമ്പോൾ അവിടെ അനേകം ഉയർപ്പുകൾ സംഭവിക്കുന്നു. നമ്മുടെ കുടുംബങ്ങളിലും സമൂഹങ്ങളിലും പുതിയ പ്രത്യാശകൾ ജനിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ തകർച്ചകൾ ഉണ്ടാകുമ്പോൾ ഓർക്കുക, കുരിശ് ഒരു ശവകുടീരത്തിലേക്കുള്ള വഴിയല്ല, മറിച്ച് ഉയർപ്പിൻ്റെ പ്രകാശത്തിലേക്കുള്ള കവാടമാണ്. നമ്മുടെ പരാജയങ്ങളിൽ നാം തളരേണ്ടതില്ല. ക്രിസ്തു നമ്മോടൊപ്പമുണ്ട്. നമ്മുടെ തിരസ്കരണങ്ങളിൽ നാം ഒറ്റയ്ക്കല്ല, ഉത്ഥിതൻ നമ്മുടെ കൂടെയുണ്ട്. സ്വാർത്ഥതയുടെ മരണ സംസ്കാരത്തെ ഉപേക്ഷിച്ച് സ്നേഹത്തിൻ്റെയും പങ്കുവയ്ക്കലിൻ്റെയും ഉയർപ്പിൻ്റെ സംസ്കാരം നമുക്ക് കെട്ടിപ്പടുക്കാം. നമ്മുടെ ഓരോ ചെറിയ ത്യാഗവും ലോകത്തിന് വലിയൊരു ഉയർപ്പിൻ്റെ സന്ദേശമാകട്ടെ. ഉത്ഥിതനായ ഈശോ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.